ഒന്നാമത്തെ ചോദ്യം, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാര്? ഉത്തരം, യേശുക്രിസ്തു. ചോദ്യം, ആരുടെ തേജസ്സാണ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടത്? ഉത്തരം, യേശുക്രിസ്തുവിന്റെ. ചോദ്യം, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം എത്ര തലമുറകളുണ്ട്? ഉത്തരം, 14. ചോദ്യം, യോസെഫ് ആരാകൊണ്ടാണ് മറിയക്കു ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായിക കൊണ്ട് അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചത്? ഉത്തരം, നീതിമാൻ. ചോദ്യം, തന്റെ ജനത്തെ അവരുടെ എന്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ടാണ് നീ അവനു യേശു എന്നു പേർ ഇടേണമെന്നു പറഞ്ഞത്? ഉത്തരം, പാപങ്ങളിൽ നിന്നു. ചോദ്യം, ഇമ്മാനുവേൽ എന്ന പേരിന്റെ അർത്ഥം? ഉത്തരം, ദൈവം നമ്മോടുകൂടെ. ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇത് പറഞ്ഞതാര്? ഉത്തരം, വിദ്വാൻമാർ. ചോദ്യം, ആരാണ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് ചോദിച്ചറിഞ്ഞത്? ഉത്തരം, ഹെരോദാവ്. ചോദ്യം, എന്ത് കണ്ടതുകൊണ്ടാണ് വിദ്വാൻമാർ അത്യന്തം സന്തോഷിച്ചത്? ഉത്തരം, നക്ഷത്രം. ചോദ്യം, ആരുടെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്നാണ് വിദ്വാൻമാർക്ക് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായത്? ഉത്തരം, ഹെരോദാവിന്റെ. ചോദ്യം, റാമായിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ എന്ന് പ്രവചിച്ച പ്രവാചകൻ? ഉത്തരം, യിരെമ്യാ പ്രവാചകൻ. ചോദ്യം, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. ആരെല്ലാം? ഉത്തരം, സെഖര്യാവും എലീശബെത്തും. ചോദ്യം, എലീശബെത്തിന്റെ അപ്പന്റെ പേര്? ഉത്തരം, അഹരോൻ. ചോദ്യം, യഹൂദ്യ രാജാവായ ആരുടെ കാലത്താണ് സെഖര്യാവ് എന്ന പുരോഹിതൻ ജീവിച്ചിരുന്നത്? ഉത്തരം, ഹെരോദാവിന്റെ. ചോദ്യം, അമ്മയുടെ ഗർഭത്തിൽ വച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും എന്ന് പ്രവചിച്ചത് ആരെക്കുറിച്ചാണ്? ഉത്തരം, യോഹന്നാനെക്കുറിച്ച്. ചോദ്യം, സെഖര്യാവിന് പ്രത്യക്ഷപ്പെട്ട ദൂതന്റെ പേര്? ഉത്തരം, ഗബ്രിയേൽ. ചോദ്യം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്കു ഭവിക്കട്ടെ എന്ന് പറഞ്ഞതാര്? ഉത്തരം, മറിയ. ചോദ്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതാര്? ഉത്തരം, എലീശബെത്ത്. ചോദ്യം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ എന്ന് പറഞ്ഞതാര്? ഉത്തരം, മറിയ. ചോദ്യം, മറിയ ഏകദേശം എത്ര മാസമാണ് എലീശബെത്തിനോട് കൂടെ പാർത്തത്? ഉത്തരം, 3 മാസം. ചോദ്യം, കർത്താവിന്റെ കൈ അവനോടുകൂടെ ഉണ്ടായിരുന്നു. ആരോടുകൂടെ? ഉത്തരം, യോഹന്നാൻ. ചോദ്യം, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതാര്? ഉത്തരം, സെഖര്യാവ്. ചോദ്യം, ഇസ്രായേലിനു തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിലായിരുന്നതാര്? ഉത്തരം, യോഹന്നാൻ. ചോദ്യം, ആര് സുറിയനാട് വാഴുമ്പോഴാണ് ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായത്? ഉത്തരം, കുറേന്യൂസ്. ചോദ്യം, ലോകമൊക്കെയും പേർവഴി ചാർത്തേണം എന്ന് ആജ്ഞ പുറപ്പെടുവിച്ചത് ആര്? ഉത്തരം, ഔഗുസ്തുസ് കൈസർ. ചോദ്യം, യോസെഫ് ആരുടെ ഗൃഹത്തിലും കുലത്തിലുമുള്ളവനായിരുന്നു? ഉത്തരം, ദാവീദിന്റെ. ചോദ്യം, ദാവീദിൻ പട്ടണം ഏത്? ഉത്തരം, ബേത്ലഹേം. ചോദ്യം, വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ യേശുവിനെ കിടത്തിയത് എവിടെയാണ്? ഉത്തരം, പശുത്തൊട്ടിയിൽ. ചോദ്യം, ഇടയന്മാരുടെ ചുറ്റും മിന്നിയതെന്ത്? ഉത്തരം, കർത്താവിന്റെ തേജസ്.